ലച്ചുവിന് പെട്ടെന്നൊരു പനി. ഇന്നലെ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നതേ നല്ല തൊണ്ടവേദന എന്നും പറഞ്ഞ കേട്ടോ. ഇപ്പോൾ ശാസ്താംകോട്ട DB കോളേജിൽ സയൻസ് എക്സിബിഷൻ നടക്കുക. അപ്പോൾ അവർ സ്കൂളിൽ നിന്ന് 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികളെ കൊണ്ടുപോയായിരുന്നു കേട്ടോ. അപ്പം അവിടെ പോയപ്പം മഴയായിപ്പോയി, കുറച്ച് മഴ നനഞ്ഞു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതായിരിക്കും പെട്ടെന്ന് പനി പിടിച്ചത്. എന്തായാലും ഞാൻ കയ്യോടെ അങ്ങ് ആശുപത്രി കൊണ്ടുപോയേക്കെന്ന് വിചാരിച്ച്. ആശയോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞതാണ്, കേൾക്കണ്ട. എങ്ങോട്ട് പോയാലും ആശുപത്രി പോയാലും ഇനി എന്തിനു പോയെന്ന് പറഞ്ഞാലും അവളായിരിക്കും വണ്ടിയുടെ ഫ്രണ്ടിൽ ആദ്യം ചാടി കയറുന്നത്. എന്തോ ചെയ്യാനാന്ന് പറ. ആശുപത്രിയിലൊക്കെ പോയി ഇനി ബാക്കി പനിയും കൂടെ ഒക്കെ പിടിച്ച് മേടിക്കാൻ. ഒന്നാമത് ഇനി ആർട്ട് ഫെസ്റ്റൊക്കെ വരും, ഏതാണ്ടൊക്കെ ചെന്ന് ചേർന്നിട്ടുണ്ട്. പനിയും പിടിച്ച് കിടന്നാൽ അവിടെ കിടക്കത്തേ ഉള്ളൂ. അതാണ്ട് ഈ നിൽക്കുന്ന സാധനത്തിനെ കണ്ട ഞാൻ ചോറ് കൊടുത്ത് ഇപ്പോൾ ഇവിടുന്ന് പോകത്തില്ല. നേരം വെളുക്കുമ്പോൾ ഇതിൻ്റെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോ കടയുടെ ഫ്രണ്ടിലോ ഇങ്ങനെ കിടക്കും കേട്ടോ. നമ്മളിവിടെ ചോറ് കൊടുത്തങ്ങ് ശീലമായി പോയി. എന്തോ പറഞ്ഞാൽ റോഡിൻ്റെ നടുക്ക് കയറി നിൽക്കത്തേ ഉള്ളൂ. എന്തോ ചെയ്യുമെന്ന് പറയാം. അതുകൊണ്ട് ഇപ്പോൾ ആശുപത്രിയിലെത്തി നല്ല ചൂടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലച്ചുവിന് വലിയ തിരക്കൊന്നുമില്ല. നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ഹോസ്പിറ്റലാണ്. നമ്മൾ സ്ഥിരം ചെറിയ പനിക്കൊക്കെ ഇങ്ങോട്ടകത്ത് തന്നെ വരുന്നത് കേട്ടോ. അപ്പം പിന്നെ ജലദോഷമാണ്, തുടക്കമാണ്, കുഴപ്പമൊന്നുമില്ല. ആൻറ്റിബയോട്ടിക് തന്ന് എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. ഉച്ചക്കത്തേക്ക് ഒന്നും ആക്കിയില്ല കേട്ടോ. രാവിലെ കാപ്പി കൂടി കഴിഞ്ഞ് ഇറങ്ങിയതാണ്. രാവിലെ ആശുപത്രിയിൽ പോയിട്ട് വന്നാൽ നാളെ സ്കൂളിൽ പോകുമ്പോഴത്തേക്കിനും അസുഖം കുറയുമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ട് രാവിലെ അങ്ങ് പോയത്. പിന്നെ വരുന്ന വഴിക്ക് മീൻ മേടിച്ചു. പിന്നെ പച്ചക്കറി ഒന്നും കിടപ്പില്ലായിരുന്നു. അപ്പം കുറച്ച് ചീര വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ചീരയും പരിപ്പും കൊണ്ടിട്ടൊരു കറി കഴിക്കണമെന്ന് ഇങ്ങനെ ഒരു ആഗ്രഹം. കാരണം 2 ദിവസം കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ കടകളിലൊക്കെ ചുമന്ന ചീര ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 1-2 കടയിൽ കയറി കിട്ടിയില്ല. പിന്നെ മീൻ മേടിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് കടയിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് കണ്ടില്ലായിരുന്നു. അത് കുറേ കറങ്ങിയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് കണ്ടത്. പിന്നെ അവിടുന്ന് കുറച്ച് പയറും ചീരയും എല്ലാം കൂടെ മേടിച്ച് തണ്ട വീട്ടിൽ വന്ന് ചട്ടപ്പടിയിൽ നിന്ന് തണ്ട ചീരയും പരിപ്പും കൂടെ ഇട്ട് ഒഴിച്ചുകറിയാക്കി. പിന്നെ ഇന്നലത്തെ അയില ഉണ്ടായിരുന്നു കേട്ടോ, അത് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ആശ്മിക്കാണെങ്കിൽ ആ ചീരയും പരിപ്പിൻ്റെയും കരട് പൊട്ടി ഇതുപോലെ മുളവിട്ട മീൻ വേണം കേട്ടോ. അതൊരു നിർബന്ധമാണ്. അത് രണ്ടും കൂടെ കൂട്ടി കഴിക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഞാനെന്നാണ്ട് ഇതുപോലെ വലിയ ചൂടുണ്ടല്ലോ, അതാ മേടിച്ചിട്ടോ. അത് എണ്ണയ്ക്കകത്തിട്ടപ്പോഴത്തേനും കൊഞ്ച് പോലെ അങ്ങ് ചുരുങ്ങിപ്പോയി. ഇത് പക്ഷേ ആശ്മിയൊന്നും വേണ്ട, കഴിച്ചില്ല. ഉച്ചയ്ക്ക് ഉണ്ണാൻ നേരം അത് കഴിച്ചില്ല കേട്ടോ. ഞാൻ അടുക്കളയിലായിരുന്ന സമയത്ത് 2 പേരുടെ അനക്കമൊന്നും കേൾക്കാഞ്ഞിട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഉണ്ട് 2 പേരും പൂത്ത് പോലെ കിടന്നുറങ്ങുന്നു കേട്ടോ. ലച്ചുവിന് പിന്നെ പനിയുടെ ക്ഷീണവും അവശതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം രാവിലെ ഒന്നും മരുന്നിട്ടൊന്നും കഴിച്ചില്ല കേട്ടോ. പക്ഷേ ഈ സമയം കേട്ട സമയത്ത് ഈ ആശ്മി എന്തിനാ ഇങ്ങനെ പോത്ത് പോലെ കിടന്നുറങ്ങുന്നതെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല. അപ്പം ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കൊക്കെ ചെയ്യണം.